ഹലോ കൂട്ടുകാരെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ തായ് മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. കോടികൾ വില വരുന്ന ഒരു അമ്യൂലറ്റ് കിട്ടുന്ന നമ്മുടെ കഥാനായകനായിട്ടുള്ള അക്കി. ഈ ഒരു അമ്യൂലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ പറയാം. പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും പറയാം. ദോഷം, അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗം എന്നിവയിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തരം ആഭരണമാണ് ഈ ഒരു അമ്യൂലറ്റ്. അമ്യൂലറ്റുകൾക്കിടയിൽ ഏറ്റവും റെയർ ആയതും വളരെയധികം വിലമതിക്കുന്നതുമായിട്ടുള്ള ഒരു അമ്യൂലറ്റ് ആണ് ഇപ്പൊ നമ്മുടെ നായകന് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് മുഖംമൂടികൾ വന്നിട്ട് ഒരു കാറിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഈ മുഖംമൂടികൾ എല്ലാവരും കൂടി ചേർന്ന് ബോസ് ആയിട്ടുള്ള റാറ്റിനെ ഇപ്പോ കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന ബുദ്ധയുടെ അമൂലറ്റ് കൈക്കലാക്കുന്നു. മാർക്കറ്റില് കോടികൾ വിലമതിക്കുന്ന ഒരു അമ്യൂലറ്റ് ആണ് ഇത്. 30 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. നമ്മുടെ കഥാനായകനായിട്ടുള്ള അക്കിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവന്റെ അച്ഛനായിട്ടുള്ള ബുൺലോങ് ഇപ്പോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. ബില്ലടയ്ക്കാൻ പോലും അവന്റെ കയ്യിൽ 5 പൈസ ഇല്ല. പലരോടും അവൻ കടം ചോദിച്ചു, പക്ഷെ ആരും അവന് പണം നൽകിയില്ല. അതിനെ തുടർന്ന് അവൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അക്കിയുടെ അച്ഛനായിട്ടുള്ള ബുൺലോങ് കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് അമ്യൂലറ്റ്സ് അവൻ കണ്ടെടുക്കുന്നു. അത് വിറ്റ് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനായിട്ട് ഇന്റർനെറ്റിൽ മൊത്തം ഇപ്പൊ അവൻ പരതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള അമ്യൂലറ്റ് കച്ചവടക്കാരന്റെ പേജിലേക്കാണ് അവൻ എത്തിപ്പെടുന്നത്. സെങ് എന്നാണ് അയാളുടെ പേര്. അമ്യൂലറ്റ്സ് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നതിൽ ഈ ഒരു സെങ് ഒരു എക്സ്പെർട്ട് ആണ്. ഇപ്പൊ അയാൾ ഒരു ലൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഫോണിലേക്ക് ഒരുപാട് പേര് പല അമ്യൂലറ്റ്സിന്റെയും ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ. അപ്പൊ അതൊക്കെ പരിശോധിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തക്കത്തിന് നമ്മുടെ അക്കിയാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ഒരു അമ്യൂലറ്റ്സിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇയാൾക്ക് അയച്ചു കൊടുത്തു. അയാൾ അത് അപ്പം തന്നെ നോക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുകയും ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിലും അതിനും ചെറിയ വിലയൊക്കെ ഞാൻ തരാം, നീ ഷോപ്പിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അഡ്രസ്സ് അയച്ചു കൊടുത്തു. ആ ഒരു ലൈവ് അവസാനിച്ച ഉടനെ തന്നെ മറ്റൊരു പെൺകുട്ടി ഒരു ലൈവ് ഇടുന്നുണ്ട്. സെങ്ങിനെ പോലെ തന്നെ ഒരു അമ്യൂലറ്റ് ട്രേഡർ ആണ് ഈ ഒരു മൊയ് എന്ന് പറയുന്ന പെൺകുട്ടി. അങ്ങനെ നമ്മുടെ അക്കി അടുത്ത ദിവസം ഈ ഒരു മാർക്കറ്റിലേക്ക് പോവാണ്. അതായത് ഈ ഒരു സ്ഥലത്ത് അമ്യൂലറ്റുകൾ മാത്രമേ വിൽക്കുന്നുള്ളൂ. പല കടക്കാരും നമ്മുടെ അക്കിയെ കടകളിലേക്കൊക്കെ മാടി മാടി വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ, ഞങ്ങൾ നല്ല വില തരാം എന്നൊക്കെയാണ് പറയുന്നത്. ഇവൻ ആകെ കൺഫ്യൂഷൻ. അങ്ങനെ നമ്മുടെ അക്കി ഈ ഒരു സെങ്ങിന്റെ കട കണ്ടുപിടിച്ചു. ഓൾറെഡി സെങ് ഇപ്പൊ ഒരാളുമായിട്ട് ഒരു ഡീല് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് 2 മില്യൺ ഒക്കെ കൊടുക്കുന്നത് കണ്ടപ്പോ തന്നെ നമ്മുടെ അക്കി ഇയാളൊരു സംഭവം തന്നെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ. അങ്ങനെ അക്കി അവൻ കൊണ്ടുവന്ന അമ്യൂലറ്റ്സ് സെങ്ങിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ബാക്കിയുള്ള അമ്യൂലറ്റ്സുകളൊക്കെ ഒറിജിനലാണ്. അതിന് ഞാനൊരു 2 മില്യൺ തരാം. പക്ഷെ ആ ഒരു ബുദ്ധയുടെ സൊംതേജ് അമ്യൂലറ്റ് എന്ന് പറയുന്ന ഒരു അമ്യൂലറ്റ് ഉണ്ട്, അത് ഫേക്ക് ആണ്, അതിനൊന്നും തരാൻ കഴിയില്ല. കൂടിപ്പോയ 1 മില്യൺ. ഈ 1 മില്യൺ എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ അക്കിക്ക് ഒരു സംശയം. അപ്പൊ പല ഷോപ്പുകൾ ഇവിടെ ഉണ്ടല്ലോ, ഓരോ ഷോപ്പുകളിലും പോയിട്ട് വില ചോദിച്ചിട്ട് ഞാൻ വരാൻ ചേട്ടാ എന്ന് പറയുമ്പോൾ സെങ്ങാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഈ പറഞ്ഞ തുകയായിരിക്കില്ല നിനക്ക് തരിക, വില ചിലപ്പോൾ കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോഴാണ് ഓൻ എന്ന് പറയുന്ന മറ്റൊരു അമ്യൂലറ്റ് ട്രേഡർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ ഇതൊന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് നമ്മുടെ അക്കിയുടെ അടുത്ത് ചോദിക്കുന്നത്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അത് പരിശോധിച്ചപ്പോ അപ്പൊ തന്നെ പറഞ്ഞു, ഈ ഒരു സോംജേത് അമ്യൂലറ്റ് ഫേക്ക് ആണ്, ഇത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ ഒറിജിനലാണ്, നീ എത്ര വില പറയുന്നത്, ഒരു 2 മില്യൺ ഒക്കെ ചെക്കന് കൊടുക്ക് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ മോയി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവളും ഈ ഒരു അമ്യൂലറ്റ് പരിശോധിച്ചിട്ട് പറയാണ്, ഇത് ഒറിജിനൽ ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു സൊംതേജ് അമ്യൂലറ്റിന് മാത്രം 100 മില്യൺ വില വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് കേട്ടതോട് കൂടിയിട്ട് നമ്മുടെ സെങ്ങിന് ദേഷ്യം പിടിച്ചു. ഞങ്ങളുടെ കച്ചവടത്തിൽ നീ ഇടപെടണ്ട, നീ ഇവിടുന്ന് പോയെ. സെങ് എന്നിട്ട് അകത്തേക്ക് പോവാണ്. ശേഷം അവൻ 1 മില്യൺ കൊടുക്കുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, 2 മില്യണുമായിട്ട് അവൻ തിരിച്ചു വന്നിട്ട് 2 മില്യൺ നീ ഇത് വിൽക്കുന്നുണ്ടോ? വീണ്ടും പോയി ഇടയ്ക്ക് കയറി സംസാരിക്കുകയാണ്. നമ്മുടെ അക്കിയോട് അവൾ പറഞ്ഞു, ഇവിടെ അടുത്തൊരു ഗവൺമെന്റിന്റെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് രത്നങ്ങളും അമ്യൂലറ്റ്സും ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അങ്ങനെ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ചിലപ്പോൾ അവിടെ നിന്ന് നല്ലൊരു തുക കിട്ടും. ഇവളിതൊക്കെ പറയുമ്പോൾ നമ്മുടെ സെങ്ങിന് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. അവൻ 2 മില്യൺ മാറ്റി ഇപ്പൊ 4 മില്യൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ അക്കിക്ക് കാര്യം മനസ്സിലായി. ഇല്ല ചേട്ടാ, ഞാൻ ഇവിടെ വിൽക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ സെങ്ങാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവന്റെ കടയിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് തന്നെ കൈകൊണ്ട് തല്ലി പൊട്ടിക്കുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ചുളിവില് 100 മില്യൺ കിട്ടാൻ പോവായിരുന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ മൊയ് ആണെന്നുണ്ടെങ്കിൽ അക്കിയും കൂട്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അക്കി അപ്പൊ തന്നെ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാട്ടോ, ഞാൻ പൈസ കിട്ടിയിട്ട് തരാം. അതൊന്നും കുഴപ്പമില്ല, ഇത് എന്റെ ചെലവാണെന്ന് മൊയ് അവനോട് പറയുകയാണ്. ഇനി ഇതെങ്ങാനും ഡ്യൂപ്ലിക്കേറ്റ് ആവുമോ എന്നാണ് അക്കിയുടെ ഇപ്പോഴുള്ള സംശയം. അങ്ങനെ
നമ്മുടെ മൊയ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അമൂലറ്റ് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അത് ഒറിജിനൽ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കളർ വ്യത്യാസമോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പക്ഷേ ആ ഒരു അമൂലറ്റിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. അക്കിക്ക് ഒരുപാട് സന്തോഷമായി. ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ബില്ലടയ്ക്കാനായിട്ടൊക്കെ ഇനി പറ്റുമല്ലോ, നാളെ എന്തായാലും ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞ് മൊയ് ഇപ്പൊ അവന് നല്ലൊരു ടീഷർട്ടൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നാളെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിലേക്ക് എത്തിയ അക്കി ആകട്ടെ ഈ ഒരു ലെജൻഡറി അമ്യൂലറ്റിനെ പറ്റിയിട്ടുള്ള പഠനമൊക്കെ നടത്തുന്നുണ്ട്. ശേഷം അവൻ ആ ഒരു ന്യൂസ് കാണുന്നു. നേരത്തെ ആ ഒരു ബോസിനെ തട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് അവന്മാര് ചേർന്നിട്ട്, റാറ്റ് എന്ന് പറയുന്ന. ഒരുപാട് തവണ ഇവന്മാര് വെടിവെച്ചിട്ടും ഒരൊറ്റ ബുള്ളറ്റ് പോലും റാറ്റിന് കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഈ ഒരു അമ്യൂലറ്റ്സ് ധരിച്ചതുകൊണ്ട് ആവാം എന്നാണ് ഇപ്പോ ന്യൂസിൽ മൊത്തം കാണിക്കുന്നത്. മാത്രമല്ല അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു അമ്യൂലറ്റ് ഇപ്പൊ മിസ്സിങ്ങുമാണ്. നമ്മുടെ അക്കിയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുള്ള അമ്യൂലറ്റ് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമോ, ഈ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ്. അങ്ങനെ അടുത്ത ദിവസം കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അവരെത്തിയിരിക്കുകയാണ്. ഇവരങ്ങനെ ആ ഒരു കോമ്പറ്റീഷനിലൊക്കെ പേര് കൊടുത്ത് ഈ ഒരു അമ്യൂലറ്റ് ഒക്കെ അവിടെ ഏൽപ്പിച്ച ശേഷം നിൽക്കുമ്പോഴാണ് നമ്മുടെ മൊയുടെ ഫാദർ ആയിട്ടുള്ള സുൻതോൺ അങ്ങോട്ടേക്ക് വരുന്നത്. തായ്ലാന്റിലെ അമ്യൂലറ്റ് അസോസിയേഷനെ നയിക്കുന്നത് സുൻതോൺ ആണ്. പക്ഷെ എത്രയൊക്കെ വലിയ പണക്കാരനാണെന്നുണ്ടെങ്കിലും സ്വന്തം മകൾ ഇപ്പൊ കൂടെയില്ല. അതായത് നമ്മുടെ മൊയ് അവളുടെ വീട്ടിലേക്ക് പോകാറേ ഇല്ല. അച്ഛനുമായിട്ട് ഉടക്കി പിരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ മൊയ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു അമ്യൂലറ്റ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് അവളുടെ അച്ഛനിൽ നിന്നാണ്. അങ്ങനെ അക്കിയും മൊയും കൂടി ചേർന്ന് ആ ഒരു അമ്യൂലറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ റിസൾട്ട് പുറത്തു വരുള്ളൂ. അക്കിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്. പക്ഷെ മൊയ് ആണെന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനൗൺസ്മെന്റ് വന്നു. അതായത് ഇവര് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു അമ്യൂലറ്റ് ഒറിജിനൽ ആണെന്ന്. അതോടുകൂടിയിട്ട് എല്ലാ ആളുകളും അങ്ങോട്ടേക്ക് ആ ഒരു അമ്യൂലറ്റ് കാണാനായിട്ട് വരികയാണ്. ആൾക്കാരിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങാനും ആരെങ്കിലും തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന വരെ നമ്മുടെ അക്കിക്ക് പേടിയുണ്ട്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നമ്മുടെ മൊയുടെ അച്ഛനായിട്ടുള്ള സുൻതോൺ വരുന്നത്. ഈ ഒരു അമ്യൂലറ്റ് നീ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട എന്നും പറഞ്ഞ് പുള്ളിക്കാരന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് അവിടെ നിന്നും പോകുന്നു. സെങ്ങും ഇതെല്ലാം കാണുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ള നമ്മുടെ അക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വളരെ സന്തോഷത്തിലാണ്. ഈ ഒരു അമ്യൂലറ്റ് സെല്ല് ചെയ്യാനായിട്ട് ഞാൻ സഹായിക്കാമെന്ന് അക്കിയോട് നമ്മുടെ മൊയ് പറയുന്നുണ്ട്. അക്കിയാണെന്നുണ്ടെങ്കിൽ അവളോടുള്ള ക്രഷ് കാരണം ഇപ്പൊ ലൈവ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിക്ടർ എന്ന് പറയുന്ന ഒരാള് അവനൊരു മെസ്സേജ് അയക്കുന്നത്. ആ ഒരു അമൂലറ്റ് എവിടെ എന്നും ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അവന്റെ പുറകിലായിട്ട് ഒരു മുഖംമൂടി വന്ന് നമ്മുടെ അക്കിയെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ആ ഒരു അമൂലറ്റ് ആണ് വേണ്ടത്. ഇയാൾ തന്നെയാണ് വിക്ടർ. ആരോ വരുന്ന സൗണ്ട് കേട്ടിട്ട് വിക്ടർ അവിടെ നിന്നും പോയി. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ഈ രത്നക്കച്ചവടക്കാരനായിട്ടുള്ള സെങ് ആയിരുന്നു. അവനും ഇപ്പോ ഈ ഒരു അമൂലറ്റ് ആണ് ആവശ്യം. 30 മില്യൺ ഒരു വലിയ പെട്ടിയിലായിട്ട് ഇപ്പൊ നമ്മുടെ അക്കിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൊയ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അക്കിയുടെ ഫോൺ കോൾസ് ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ 30 മില്യൺ എങ്കിൽ 30 മില്യൺ അതും പറഞ്ഞ് സെങ്ങിന് തന്നെ ആ ഒരു അമുലറ്റ് കൊടുക്കാനായി നമ്മുടെ അക്കി നിർബന്ധിതനാവുകയാണ്. അവൻ അത് കൊണ്ടുചെന്ന് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് അവന്റെ കയ്യിലുള്ള ആ ഒരു അമുലറ്റ് ഫേക്ക് ആണെന്ന്. ഇതറിഞ്ഞതും നമ്മുടെ സെങ്ങിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. നേരത്തെ നമ്മുടെ അക്കിയെ തല്ലാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വിക്ടർ ഉണ്ടല്ലോ, അവന്റെ അച്ഛൻ്റെതായിരുന്നു ആ ഒരു അമൂലറ്റ് എന്നും അത് നിന്റെ അച്ഛൻ മോഷ്ടിച്ചതാണ് എന്നും വിക്ടർ നമ്മുടെ അക്കിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ സെങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ആ ഒരു അമ്യൂലറ്റ് കിട്ടിയ നീ എനിക്ക് തന്നെ വിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഐസുയിലേക്ക് തിരിച്ചു പോയ അക്കിക്ക് കാണാൻ കഴിഞ്ഞത് അവന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നതാണ്. നമ്മുടെ അക്കിക്ക് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ അങ്ങനെ അച്ഛന്റെ മൃതദേഹവും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അച്ഛന്റെ മരണാനന്തര ചടങ്ങില് ഒരാള് നമ്മുടെ അക്കിയെ കാണാനായിട്ട് വരുന്നുണ്ട്. നോപ്പഡോൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. പുള്ളിക്കാരൻ ഒരു പോലീസുകാരനാണ്. മരിച്ചുപോയ നമ്മുടെ അക്കിയുടെ അച്ഛനായ ബൂൺലോങ്ങിന്റെ സബോർഡിനേറ്റ് ആണ് ഈ നോപ്പഡോള്. ഇവൻ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് ഇപ്പൊ നമ്മുടെ അക്കിക്ക് നൽകുന്നു. അച്ഛന്റെ കുറച്ച് സാധനങ്ങൾ കാണാനില്ല എന്ന് മാത്രമാണ് അക്കി ഇപ്പൊ ആ ഒരു നോപ്പഡോൾ എന്ന് പറയുന്ന ആളോട് പറയുന്നത്. അതൊരു അമ്യൂലറ്റ് ആണോ എന്ന് നോപ്പഡോൾ അപ്പോ നമ്മുടെ അക്കിയുടെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഏയ് അല്ല, കുറച്ച് പഴയ വസ്തുക്കൾ മാത്രമാണ്. അവൻ അങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പൊ ആരെയും അവന് വിശ്വാസമില്ല. മൊയ്യും അവനെ ചതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ മൊയ്യെ കണ്ട് കാര്യം അന്വേഷിക്കാനായി ഇപ്പൊ അവളെ അന്വേഷിച്ചു പോയപ്പോ അവളുടെ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്തേക്ക് പോലും അവനെ കടത്തി വിടുന്നില്ല. അടിച്ച് പഞ്ചറാക്കി അവിടെ ഇട്ടു. ഇവളാണെന്നുണ്ടെങ്കിൽ അവനെ മൈൻഡ് പോലും ചെയ്യാതെ നടന്നു പോകുന്നു. അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ അക്കിക്ക് ഉറക്കമേ കിട്ടുന്നില്ല. അത്ര
അത്രയധികം നമ്മുടെ അക്കി മൊയ്യെ വിശ്വസിച്ചിരുന്നു. അന്ന് രാത്രി ഒരുപാട് ദുസ്വപ്നങ്ങൾ അവൻ കാണുന്നുണ്ട്. അവളെ വെറുതെ വിട്ടാ പറ്റില്ല എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അക്കി വിക്ടറിന് മെസ്സേജ് അയക്കുകയാണ്. ആ ഒരു അമുലറ്റ് എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു മാളിൽ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടി. മൊയ്യുടെ കയ്യിലാണ് ആ ഒരു അമുലറ്റ് ഉള്ളതെന്ന് ഇപ്പൊ വിക്ടറിന്റെ അടുത്ത് നമ്മുടെ അക്കി പറഞ്ഞു. പക്ഷേ വിക്ടർ ആവട്ടെ വേറെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, ഇതെനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ അക്കിയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഡ്രസ്സിൽ പിടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെയും കൂടെ കൂട്ടണം, എനിക്ക് ഒന്നും ഇനി നഷ്ടപ്പെടാനില്ല, എല്ലാം നഷ്ടപ്പെട്ടു, 10 പൈസ എന്റെ കയ്യിലില്ല, ഭക്ഷണം വാങ്ങാൻ പോലും പൈസ ഇല്ല. അങ്ങനെ വിക്ടറും നമ്മുടെ അക്കിയെ കൂടെ കൂട്ടുകയാണ്. ശേഷം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇപ്പോ മൊയ്യെ കാണാനായിട്ട് പോകുന്നു. മൊയ്യും ബോഡി ഗാർഡായിട്ടുള്ള ടോഡ് മാത്രമാണ് ആ ഒരു കാറിലുണ്ടായിരുന്നത്. പിന്നെ ഡോർ തുറന്നിട്ട് ഇവര് നമ്മുടെ മൊയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. ഈ ഒരു ബോഡി ഗാർഡ് കാറിന്റെ പുറകിലത്തെ സീറ്റിൽ കിടക്കുകയായിരുന്നു. അയാളാണെന്നുണ്ടെങ്കിൽ ആകെ രക്തത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് മുമ്പേ തന്നെ മറ്റൊരു ടീം വന്നിട്ട് നമ്മുടെ മൊയുടെ കയ്യിൽ നിന്നും ആ ഒരു അമുലറ്റ് കവർന്നെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ദേഷ്യം വന്ന നമ്മുടെ അക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൊയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ എങ്ങനെ ചതിക്കാൻ തോന്നിയടി, പറ്റിപ്പോയി, എനിക്ക് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരേ കരച്ചിൽ. മൊയ് അങ്ങനെ നമ്മുടെ അക്കിയോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ബോഡി ഗാർഡായിട്ടുള്ള ടോഡിനെ ആ മുഖംമൂടികൾ വന്ന് പഞ്ഞിക്കിട്ടു. ഈ ഒരു തക്കത്തിന് നമ്മുടെ മൊയ് വീട്ടിലേക്ക് ഓടിപ്പോവാനായിട്ട് നോക്കി. പക്ഷെ മറ്റൊരു മുഖംമൂടി വന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു അമുലറ്റ് തട്ടിപ്പറിച്ച് ഓടിപ്പോയി. അങ്ങനെ ഇവര് മൂന്നുപേരും കൂടി ചേർന്നിട്ട് പൈറോച്ച് എന്ന് പറയുന്ന മറ്റൊരു അമ്യൂലറ്റ് ട്രേഡറെ കാണാനായിട്ട് പോവുകയാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ ആരെങ്കിലും ഈ ഒരു അമ്യൂലറ്റ് കൊണ്ട് വിൽക്കാനായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഇവര് മൂന്നുപേരും കൂടി ചേർന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നിട്ട് ചോദിക്കുമ്പോൾ ഇല്ല, ഇവിടെ ആരും അങ്ങനെ വന്നിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ തരാനായിട്ട് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വില തരാനായിട്ടൊക്കെ പറ്റുമെന്ന് പൈറോജ് പറയുന്നുണ്ട്. പെട്ടെന്നാണ് അവിടുത്തെ CCTV ക്യാമറയിൽ പൈറോജിനെ കാണാനായിട്ട് വന്ന ഒരാളെ ഒരു വാനിലെത്തിയ സംഘം തട്ടിക്കൊണ്ട് പോകുന്നത് ഇവർക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ അതിന് പിന്നാലെ ഓടിപ്പോയെങ്കിലും ആ ഒരു വാന് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വിക്ടർ അവന്റെ വണ്ടിയുമായിട്ട് ചീറിപ്പാഞ്ഞു വന്ന് ഇവര് മൂന്നുപേരും ആ ഒരു വണ്ടിയെ പിന്തുടർന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ സെങ്ങും കൂട്ടരുമായിരുന്നു. അവര് തട്ടിക്കൊണ്ടുപോയ ആ ഒരു പ്രായമായ മനുഷ്യനെ ഇപ്പൊ റോട്ടിലിട്ട് പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഒരു കാര്യം സമ്മതിച്ചു. സുന്തോൺ എന്ന് പറയുന്ന നമ്മുടെ മൊയുടെ അച്ഛൻ തന്നെയാണ് അവളുടെ കയ്യിലുള്ള ആ ഒരു അമുലറ്റ് മോഷ്ടിക്കാനായിട്ട് ഇയാളെ വിട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് രാത്രി വന്ന മുഖംമൂടികളിൽ ഈ ഒരു പ്രായമായ മനുഷ്യനും ഉണ്ടായിരുന്നു. അത് നമ്മുടെ മൊയ് ഇപ്പൊ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ അക്കിയാണെന്നുണ്ടെങ്കിൽ എന്റെ പേരും പറഞ്ഞ് ആരും ഇവിടെ തല്ലുകൂടണ്ട, അതെന്റെ അമ്യൂലറ്റ് ആണ്, അതിനുവേണ്ടി ആരും തർക്കിക്കുകയും വേണ്ട. എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബില്ലടയ്ക്കാൻ പോലും പൈസ ഇല്ലാണ്ട് വന്നപ്പോൾ ഞാൻ അത് വിൽക്കാനായിട്ട് നോക്കി. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, എനിക്ക് ആ ഒരു അമ്യൂലറ്റ് നഷ്ടപ്പെട്ടു. ആ ഒരു അമ്യൂലറ്റ് എന്റെ അച്ഛന് അവകാശപ്പെട്ടതാണ്, ഇപ്പോ എനിക്കും അത് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം, നിങ്ങളുടെ ആരുടെയും ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞ് അക്കി ആകെ ഇമോഷണൽ ആവുമ്പോ നമ്മുടെ മൊയ് പോയിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ വിക്ടറിന് വേണമെന്നുണ്ടെങ്കിൽ ഇവന്റെ അച്ഛന്റെ കയ്യിലിരിപ്പും അതുപോലെ തന്നെ അച്ഛന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയെന്നുള്ള കാര്യങ്ങളൊക്കെ വിക്ടറിന് പറയാമായിരുന്നു. പക്ഷെ വിക്ടർ അതൊന്നും പറഞ്ഞില്ല. ഈ കാര്യം വീട്ടിലെത്തിയപ്പോ നമ്മുടെ വിക്ടറിന്റെ അടുത്ത് അക്കി ചോദിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ വിക്ടറിനെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് മൊയ് അക്കിയുടെ അടുത്ത് ചോദിക്കുന്നു. ആരെ ഈ പറയുന്നേ, നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ, നീ എന്നെ ഒരിക്കലും ചതിച്ചതല്ലേ എന്നാണ് ഇപ്പോ നമ്മുടെ അക്കി മൊയ്യുടെ അടുത്ത് കുത്തി പറയുന്നത്. അങ്ങനെ മൊയ്യുടെ പ്ലാൻ പ്രകാരം നമ്മുടെ അക്കി ഇപ്പോ സുന്തോണിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു അമ്മുലറ്റ് വിൽക്കാനുണ്ടെന്ന് പറയുന്നു. അടുത്ത ദിവസം തന്നെ ആ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. വിക്ടറും നമ്മുടെ അക്കിയും കൂടി ചേർന്നാണ് ആ ഒരു ഷോപ്പിലേക്ക് ആദ്യം കടന്നു ചെല്ലുന്നത്. അച്ഛന്റെ എല്ലാ സ്വഭാവത്തെ പറ്റിയുള്ള കാര്യങ്ങളും മൊയ് ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിലേക്ക് ചെന്ന നമ്മുടെ അക്കിയാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അമ്മുലറ്റ് എടുത്ത് സുന്തോണിന് കൊടുക്കുന്നു. സുന്തോൺ അത് പരിശോധിച്ച് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് അത് ഫേക്ക് ആണെന്ന്. പക്ഷെ അക്കിയാണെന്നുണ്ടെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ അവന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്നാണ് ഇപ്പൊ സുന്തോൺ പറയുന്നത്. ഇതെങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും, നിങ്ങൾ ഒറിജിനൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുന്തോൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആ ഒരു ബുദ്ധന്റെ അമൂലറ്റും എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് ഒത്തന്റിക് ആയിട്ടുള്ള ഒരെണ്ണം അവനോട് സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോ സുന്തോൺ പറയുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മൊയ്യും സെങ്ങും ബാക്കിയുള്ള ആളുകളൊക്കെ കടന്നു വരുന്നത്. വളരെ കാലമായിട്ട് മൊയ്യുടെ ആഗ്രഹമാണ് അച്ഛന്റെ ആ ഒരു പദവി. ഇപ്പൊ തായ്ലൻഡിലെ ഈ ഒരു അമ്യൂലറ്റ് അസോസിയേഷൻ മൊത്തം ഭരിക്കുന്നത് അവളുടെ അച്ഛനായിട്ടുള്ള സുന്തോൺ ആണല്ലോ.
ആ ഒരു സ്ഥാനം ഇപ്പൊ അവക്ക് വേണം എന്നാണ് അച്ഛന്റെ അടുത്ത് അവൾ ആവശ്യപ്പെടുന്നത്. എന്തിനാണ് എന്റെ കയ്യിലുള്ള അമൂലറ്റും അതുപോലെ തന്നെ എന്നെ അപായപ്പെടുത്താനും ഇയാളെ അയച്ചതെന്ന് സ്വന്തോന്റെ അടുത്ത് മകളായിട്ടുള്ള മോയ് ചോദിക്കുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ ആപത്തുകളും നീ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ അയാളെ അങ്ങോട്ടേക്ക് നിന്നെ അപായപ്പെടുത്താനായിട്ട് അയച്ചതെന്ന് സുന്തോൻ പറയുന്നു. എനിക്ക് ഇത്രയും വയസ്സായില്ലേ, എനിക്കുള്ള എല്ലാ സ്വത്തുക്കളും നിനക്കുള്ളതാണ്, നിനക്ക് ഈ ഒരു പദവി വേണോ, നീ എടുത്തോ, എല്ലാം നീ എടുത്തോ, പക്ഷേ മോള് വീട്ടിലേക്ക് വരണം എന്നും പറഞ്ഞിട്ട് അച്ഛൻ മകളെ മാടി വിളിക്കുകയാണ്. അങ്ങനെ അച്ഛനും മകളും ഒന്നായി. ഇതൊക്കെ കണ്ട് സെങ്ങിന്റെ അനുയായി ആയിട്ടുള്ള ഓനാണെന്നുണ്ടെങ്കിൽ അല്ല ബോസേ, ഇതും ഈ ഒരു പ്ലാന്റെ ഭാഗമാണോ? ഇതൊക്കെ കണ്ട് നമ്മുടെ സെങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ സുന്തോന്റെ അടുത്ത് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. എനിക്കും അമ്യൂലറ്റ്സ് വിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സുന്തോണ്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം മറ്റൊന്നല്ല, സുന്തോന്റെ പേരും പറഞ്ഞിട്ട് ഈ ഒരു മാർക്കറ്റിൽ ഫേക്ക് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള അമ്യൂലറ്റ്സും നമ്മുടെ സെങ് വിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവനെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ സുന്തോൻ തന്നെ പലതരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് അമുലറ്റ്സ് അവന് വിറ്റിട്ടുണ്ടായിരുന്നു, അവൻ അറിയാതെ. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നമ്മുടെ സെങ്ങിനുണ്ടായിരുന്നില്ല എന്നാണ് സുന്തോണ് ഇപ്പോൾ പറയുന്നത്. അത് കേട്ടതും ഇവർക്ക് എല്ലാവരും ദേഷ്യം വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ അക്കി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, ഇത് കാരണം ആരും ഇനി മരിക്കരുത്, എനിക്കത് കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരേ കരച്ചില്. അത് കണ്ടപ്പോൾ നമ്മുടെ സെങ്ങിനും ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ നോപ്പഡോൾ കടന്നു വരികയാണ്. എന്നിട്ട് ഈ ഒരു അമുലറ്റ് കേസിന്റെ ഭാഗമായിട്ട് എവിഡൻസ് ആയി ഞാൻ സീസ് ചെയ്യുകയാണെന്നും പറഞ്ഞ് അതെടുത്ത് കൊണ്ടുവന്ന് നിൽക്കുമ്പോ തന്നെ നമ്മുടെ സ്വന്തം ആ ഒരു ട്രയൽ ഉണ്ടായിരുന്ന എല്ലാ അമുലറ്റും കാണിച്ചു കൊടുത്തു. ഇതിൽ ഏതായിരിക്കും നിങ്ങളുടെ കേസിന് ആവശ്യമായിട്ടുള്ളത്? പുള്ളിക്കാരൻ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. 30 വർഷം മുമ്പുള്ള ആ ഒരു കേസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഒരു അമുലറ്റ് നമ്മുടെ നോപ്പഡോള് കൊണ്ടുപോകുന്നത്. അക്കിയുടെ അച്ഛനായിട്ടുള്ള ബൂൺലോങ് റാറ്റിൽ നിന്നും മോഷ്ടിച്ച അമുലറ്റാണ് ഇതെന്നും ഈ ഒരു കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഞാനാണെന്നും നമ്മുടെ നോപ്പഡോൾ പറയുന്നു. സുന്തോൺ അപ്പോൾ മറ്റൊരു കാര്യം എല്ലാവരോടും കൂടി പറഞ്ഞു. ഏകദേശം 20 വർഷമായിട്ട് ഇത് തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു അൺസോൾവ്ഡ് കേസായിട്ട് ഗവൺമെന്റ് കണക്കാക്കിയിരുന്നു. പിന്നീട് ഈ ഒരു അമുലറ്റ് ഇവൻ എന്തിനാ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? മാത്രമല്ല നോപ്പഡോൾ തന്നെയാണ് ബൂൺലോങ്ങിനെ കൊണ്ട് റാറ്റിനെ കൊല്ലിപ്പിച്ചത് എന്നും ഇപ്പോൾ സുന്തോൻ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ വിക്ടർ തുരുതുര വെടിവെക്കാനായിട്ട് തുടങ്ങി. ബാക്കിയുള്ളവർ നോക്കി നിൽക്കില്ലല്ലോ, അവരും അങ്ങോട്ടും പരസ്പരം വെടിവെച്ചു. ഭാഗ്യത്തിന് അക്കിക്ക് മാത്രം ഒന്നും പറ്റിയിട്ടില്ല. അക്കി ആ ഒരു അമുലറ്റ്സ് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോഴേക്കും വിക്ടർ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് അവന്റെ അടുത്ത് ആ ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ അക്കിയുടെ അച്ഛനായിട്ടുള്ള ബൂൺലോങ് ആയിരുന്നു വിക്ടറിന്റെ ഫാദർ ആയിട്ടുള്ള റാറ്റിനെ കൊന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അന്ന് രാത്രി ആ ഒരു കാറിനകത്തായിട്ട് വിക്ടർ, അതായത് കുഞ്ഞു വിക്ടറും ഉണ്ടായിരുന്നു. ഈ ഒരു വിക്ടറിന്റെ വായിലായിട്ട് അവന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഈ ഒരു ബുദ്ധന്റെ ആ ഒരു അമുലറ്റ് വച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, വായിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റാറ്റിനെ കൊലപ്പെടുത്തിയ ബൂൺലോങ് വിക്ടറിന്റെ വായിൽ നിന്ന് ആ ഒരു ബുദ്ധന്റെ അമുലറ്റ് കണ്ടെടുത്തു. ആ ഒരു സംഭവത്തിന് ശേഷം വിക്ടർ ഓർഫനേജിലാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബൂൺലോങ് അവനെ കാണുവാൻ വരുമായിരുന്നു. അവന്റെ കഴുത്തിലായിട്ട് എപ്പോഴും വിക്ടർ അവന്റെ അച്ഛൻ്റെതായിട്ടുള്ള ആ ഒരു അമുലറ്റും കാണും. അവന് നല്ല രീതിയിലുള്ള പകയും ഉണ്ടായിരുന്നു. വളർന്നു വലുതായ നമ്മുടെ വിക്ടർ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ബൂൺലോങ്ങിന്റെ കഥ കഴിച്ചതും, അല്ലാതെ പുള്ളിക്കാരൻ ചുമ്മാ മരിച്ചതല്ല. വിക്ടർ നമ്മുടെ അക്കിക്ക് നേരെ തോക്ക് ചൂണ്ടിയപ്പോ ആ നിമിഷം തന്നെ മോയി അവനെ തീർത്തു കളഞ്ഞു. ശേഷം മോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അക്കിക്ക് നേരെയും വെടിവെക്കുകയാണ്. എന്താ അവളുടെ മനസ്സല്ലേ! അങ്ങനെ നമ്മുടെ അക്കി ഒരുവിധം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. വെടിയൊന്നും ഭാഗ്യത്തിന് അവന് കൊണ്ടില്ല. അപ്പോഴേക്കും പോലീസുകാരൊക്കെ വന്നു. മോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ പോലീസുകാരൊക്കെ ഇപ്പൊ നമ്മുടെ അക്കിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ രക്ഷപ്പെട്ടെ, നീ ഏത് അമുലറ്റാണ് ധരിക്കാറുള്ളത് എന്നൊക്കെ അവർ ഭയങ്കര കൗതുകത്തോടുകൂടി ചോദിക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ അക്കിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അത് മറ്റാരുമല്ല, ഈ ഒരു അമുലറ്റ് സെല്ലറായിട്ടുള്ള പൈറോജ് ആണ്. പുള്ളിക്കാരൻ വിളിച്ചു ചോദിക്കുന്നത് മറ്റൊന്നല്ല, നീ എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെ, നിന്റെ കയ്യിൽ ആ ഒരു അമുലറ്റ് ഇപ്പോഴും ഉണ്ടോ, അത് നീ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും ഇവന്റെ അടുത്ത് ചോദിക്കുകയാണ്. 100 മില്യണും കൂടുതൽ തരാമെന്നൊക്കെയാണ് പൈറോജ് അവന്റെ അടുത്ത് പറയുന്നത്. മാത്രമല്ല ഇങ്ങനൊരു സംഭവത്തിൽ ഇവൻ ഒരു പരിക്ക് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടല്ലോ, ആ ഒരു വിശ്വാസം കൂടി ഈ ഒരു കാര്യത്തിലുണ്ട്. ഇതിനകം തന്നെ നാട്ടിലുള്ളവർ മൊത്തം ഇത് അറിഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.